ഇന്ന് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആട്ടോ ഇന്ന് വരുന്നത്. കലംകാരി ഡിസൈൻ, നല്ലൊരു മൾട്ടി കളറിലുള്ള കലംകാരി ഡിസൈൻസ് വന്നിട്ട് കംപ്ലീറ്റ് സാരിയിലും ഹാൻഡ് വർക്ക് ആ സാരി വരുന്നത്. നല്ല ഫ്രഞ്ച് നോട്ട്സും ബുള്ളി നോട്ട്സും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന സാരീസാണ് എല്ലാം. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടും എല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്ന സാരീസാണ്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. വാട്സപ്പ് നമ്പർ എല്ലാവർക്കും അറിയാമല്ലോ, 9947135468 ആണ്. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്കിൽ വരുന്ന സാരീസിൽ കലംകാരി ഡിസൈൻ ആട്ടോ സാരി വരുന്നത്. ഇതൊരു പീകോക്കിൻ്റെ മോട്ടീവ്സ് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. പീകോക്ക് മോട്ടീവ്സും ഒരു ഫ്ലോറൽ ഡിസൈൻസ് എല്ലാം വരുന്നുണ്ട്. ഓരോ ഡിസൈനും ഡിജിറ്റൽ പ്രിൻറ്റിലാണ് വരുന്നത്. ഓരോ ഡിസൈനും ഹൈലൈറ്റ് ചെയ്യുന്നത് ഹാൻഡ് വർക്ക് വെച്ചിട്ടാണ്. അത് ആ ഒരു വർക്കിലുള്ള കളർ കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, അത് മൾട്ടി കളറിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. മസ്റ്റേർഡ് യെല്ലോ, റെഡ് ആൻഡ് ഗ്രീൻ, പേർപ്പിൾ, ബ്ലൂ, അങ്ങനെ ഒത്തിരി കളേഴ്സിലായിരിക്കും കേട്ടോ ഈ ഒരു ഫ്രഞ്ച് നോട്ട്സ് വരുന്ന സാരിയിൽ. കണ്ടോ, ഇതായിരിക്കും പാറ്റേൺ വരിക. ഫുൾ അതേ ഹാൻഡ് വർക്കിൽ തന്നെയാണ് വരുന്നത്. കണ്ടോ, സാരിയുടെ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫ്ലവർ മോട്ടീഫ് എടുക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ 2 ടോണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. റെഡ് വെച്ചിട്ടുള്ള ഫ്രഞ്ച് നോട്ട്സും വന്നിട്ടുണ്ട്. ഈ ഒരു പീകോക്ക് ബ്ലൂ ടോണിലുള്ള വർക്കും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്ലോറൽ ഡിസൈൻ വരുമ്പം യെല്ലോ ആൻഡ് റെഡ് വെച്ചിട്ടാണ് ഫ്രഞ്ച് നോട്ട്സ് വരുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് പാറ്റേണിൽ എല്ലാ മോട്ടീവ്സും ഹൈലൈറ്റ് ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടാണ്. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. സിമ്പിൾ ഒരു ആൻറ്റി ഗോൾഡിലുള്ള സിമ്പിൾ ബോർഡറാണ് വരുന്നത്. സാരി ആ ബോർഡറിലും ആ ഒരു ഡിസൈൻസ് വരുന്നുണ്ട്. ബോർഡറിൽ ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. കണ്ടോ, ഇതൊരു പീകോക്കിൻ്റെ മോട്ടീഫാണ്. അതിലും ആ ഒരു ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. ഫുൾ സാരി ത്രൂ ഔട്ട് ദ ബോഡി ഇതേ പാറ്റേൺ തന്നെ കേട്ടോ. നമ്മൾ പ്ലീറ്റ്സ് എല്ലാം ആ ഒരു പാറ്റേൺ തന്നെയാണ്, ഹാൻഡ് വർക്കിൽ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. മുന്താണി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. പല്ലുവിലും അതേ ഹാൻഡ് വർക്ക് തന്നെയാണ് മുന്താണിയിലും വരുന്നത്. ഈ ഒരു പീകോക്കിൻ്റെ പാറ്റേണും ഒരു ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് അവൈലബിൾ ആണ്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് ഈ സാരിക്ക്. ബ്ലൗസിൻ്റെ ഫോട്ടോ നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ഒരു ലൈൻസിലാണ്, ഒരു മൾട്ടി കളർ കോമ്പിനേഷനിലെ ലൈൻ പാറ്റേൺസ് വന്നിട്ട് ബ്ലൗസിൻ്റെ സ്ലീവിലും ഫ്രഞ്ച് നോട്ട്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് കലംകാരി ഡിസൈൻ വരുന്നത് നല്ലൊരു മൾട്ടി കോമ്പിനേഷനിലാട്ടോ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഇതിൻ്റെ ബേസ് വരുന്നത് നല്ലൊരു പീച്ചാണ്. പേസ്റ്റൽ പീച്ച് വന്നിട്ട് അതിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസും അതിൽ ഹാൻഡ് വർക്ക് ആയിരിക്കും കേട്ടോ ഹൈലൈറ്റ് ചെയ്യുന്ന സാരി. ഇതായിരിക്കും പാറ്റേൺ വരിക സാരിയിൽ. കണ്ടോ, ഓരോ ഫ്ലോറൽ ഡിസൈൻസിലും ഇതിൽ പീകോക്ക് ബ്ലൂ ആണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ. അതിൽ റെഡാണ് ഫ്രഞ്ച് നോട്ട്സ് വരുന്നത്. അതിൽ വീണ്ടും മസ്റ്റേർഡ് യെല്ലോ വരുന്നുണ്ട്. നെക്സ്റ്റ് പാറ്റേൺ വരുമ്പോൾ ലീഫ് ഡിസൈൻസിലും മസ്റ്റേർഡ് യെല്ലോ വെച്ചിട്ടാണ് ഫ്രഞ്ച് നോട്ട്സ് വരുന്നത് സാരിയിൽ. അങ്ങനെ ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്നുണ്ട്. ഇവിടെ വരുമ്പം ബ്ലൂ ആണ്. ബ്ലൂ ആൻഡ് മസ്റ്റേർഡ് യെല്ലോയിലായിരിക്കും ഫ്രഞ്ച് നോട്ട്സ് വരിക. ഓരോ ഫ്ലോറൽ ഡിസൈൻസും ഇതേ സ്റ്റൈലിൽ തന്നെ കേട്ടോ. ഫുൾ സാരിയിലും ഈ ഒരു ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. മുന്താണി കാണിക്കാം. പല്ല് വരുമ്പം ഈ ഒരു പാറ്റേണിലാണ്. ഹാൻഡ് വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. എൻ്റയർ സാരിയും ഇതേ പാറ്റേൺ തന്നെയാണ്. കലംകാരി ഡിസൈൻസ് വന്നിട്ട് അതിൽ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്ന സാരി. പല്ലു ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിലും അതേ ഹാൻഡ് വർക്ക് വരും. നെക്സ്റ്റ് സാരി അതേ പാറ്റേൺ തന്നെ കേട്ടോ. മൾട്ടി കളറിലുള്ള കലംകാരി ഡിസൈൻസ് വരുന്നുണ്ട്. കംപ്ലീറ്റ് സാരിയും ഹാൻഡ് വർക്ക് തന്നെയാണ് വരുന്നത്. അതേ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് തന്നെയായിരിക്കും എല്ലാ സാരിയുടെയും ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതിലും സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ ഹാൻഡ് വർക്ക്. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ഫ്രഞ്ച് നോട്ട്സ് വരുന്നത്. ഒരു റെഡ്, യെല്ലോ, ബ്ലൂ, മസ്റ്റേർഡ് യെല്ലോ ഈ ഒരു പാറ്റേണിലുള്ള ഹാൻഡ് വർക്ക് ആയിരിക്കും വരുന്നത് കംപ്ലീറ്റ് സാരിയിൽ. ഈ ഒരു സ്റ്റൈലിൽ പല്ലു ഈ ഒരു പീകോക്ക് മോട്ടീവ്സ് വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് തന്നെയായിരിക്കും. സെയിം പാറ്റേൺ എന്നിട്ട് എല്ലാ സാരീസും സെയിം ഇതേ സ്റ്റൈലിൽ തന്നെയുള്ള ഹാൻഡ് വർക്കാണ് ഫുൾ സാരിയിലും വരുന്നത്. 2 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. മുന്താണി വരുന്നത് ആ ഒരു പീകോക്ക് മോട്ടീഫും അതിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ബ്ലൗസ്. നെക്സ്റ്റ് കളർ പാലറ്റ് വരുന്നത് നല്ലൊരു ഗ്രേ ആണ്. സാരിയുടെ ബേസ് വരുന്ന ഗ്രേ ആട്ടോ. ഗ്രേയിലും നല്ലൊരു കോമ്പിനേഷനിലാണ്, മൾട്ടി കോമ്പിനേഷനിലായിരിക്കും കലംകാരി ഡിസൈൻസും നല്ല ഡിഫറെൻറ്റ് ത്രെഡ് വെച്ചിട്ടായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ഇതിൻ്റെ കളർ ടോൺ വരുന്നത് ലീഫ് ഡിസൈൻസ് വരുമ്പോൾ കണ്ടോ, ഇതിൽ മസ്റ്റേർഡ് യെല്ലോ ആണ് ഫ്രഞ്ച് നോട്ട്സ് വരുന്ന സാരിയിൽ. ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ഒരു ബ്ലൂ ആൻഡ് മസ്റ്റേർഡ് റെഡ് ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ ഫ്രഞ്ച് നോട്ട്സ് വരുന്ന സാരിയിൽ. ബോർഡർ വരുന്നത് സിമ്പിൾ ആ ഒരു ആൻറ്റി ഗോൾഡിൽ തന്നെയുള്ള ബോർഡർ വരുന്നുണ്ട്. മുന്താണി ഈ ഒരു പാറ്റേണിലായിരിക്കും പീകോക്ക് മോട്ടീവ്സ് വന്നിട്ട് ഹാൻഡ് വർക്ക് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. നോൺ ട്രാൻസ്പെറൻ്റ് ആണ് സാരി. ഇതായിരിക്കും 1 ലെയറിലും വളരെ തിൻ ഫാബ്രിക്കാണ്.
ബ്ലൗസിൻ്റെ സ്ലീവിൽ അതേ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടായിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു മെഹന്തി ഗ്രീനാണ് സാരിയുടെ ബേസ് വരുന്നത്. മെഹന്തി ഗ്രീനിലും കലംകാരി ഡിസൈൻസ് തന്നെയാണ് വരുന്നത്. ഇതിലും അതേ പാറ്റേൺ തന്നെയാണ്, ഫ്രഞ്ച് നോട്ട്സ് തന്നെയായിരിക്കും കേട്ടോ ഫുൾ സാരിയും വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും ഇത് വരുമ്പം. നല്ലൊരു ഫെദർ വന്നിട്ട് അതിൽ മസ്റ്റേഡ് യെല്ലോ ആണ് ഫ്രഞ്ച് നോട്ട്സ് വരുന്ന സാരിയിൽ. ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ഇതൊരു പീക്കോക്കിൻ്റെ മോട്ടിഫാട്ടോ വരുന്നത് കണ്ടോ. ഈ ഒരു പാറ്റേൺ പീക്കോക്കിൻ്റെ ഫെദേഴ്സ് വരുമ്പോഴും ഈ ഒരു പാറ്റേൺ റെഡ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഹാൻഡ് വർക്ക് വരുന്നത്. അങ്ങനെ ഒത്തിരി കളേഴ്സിലായിരിക്കും കേട്ടോ സാരി. നല്ലൊരു കളർഫുൾ പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത് എല്ലാ സാരീസിലും. മുന്താണി ഈ ഒരു പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ബ്ലൗസ് സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് വീണ്ടും നല്ലൊരു ഗ്രേ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഗ്രേയിലും ആ ഒരു ആൻറ്റി ഗോൾഡിലാണ് ബോർഡേഴ്സ് വരുന്ന സാരി. ഇതിന് ഫുൾ ഹാൻഡ് വർക്ക് ആട്ടോ. ഫ്രഞ്ച് നോട്ട്സിൻ്റെ ഹാൻഡ് വർക്കിലാണ് എല്ലാ സാരീസും വരുന്നത്. ഇതായിരിക്കും വർക്ക് വരിക സാരിയിൽ. റെഡ് ആൻഡ് യെല്ലോ, ഗ്രീൻ ഒരുപാട് കോമ്പിനേഷനിലായിരിക്കും ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്ന സാരിയിൽ. ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും ബോഡി വരുന്നത്. കലംകാരി ഡിസൈൻസിലുള്ള ബോർഡറും ആ ഒരു പീക്കോക്ക് മോട്ടീവ്സിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും സാരി. മുന്താണി ആ ഒരു ബേർഡ് മോട്ടീവ്സിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് സാരിയുടെ പല്ലിൽ വരുമ്പോൾ. വിത്ത് ബ്ലൗസിൻ്റെ സ്ലീവിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് സാരി ഡിഫറെൻറ്റ് പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വന്നിട്ട് പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പം ഹാഫ് പോർഷനിലായിരിക്കും കേട്ടോ. ഇതുപോലെ ആയിരിക്കും വർക്ക് വരിക. ഹാഫ് പോർഷൻ ഫുൾ ആ ഒരു ബേജ് ടോണിലുള്ള ത്രെഡ് വർക്കാണ്. കളർ കോമ്പിനേഷൻ നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആട്ടോ സാരിയുടെ. ചെസ്റ്റ് പോർഷൻ വരുമ്പം ഈ ഒരു ബേജ് ടോണിലുള്ള ത്രെഡ് വർക്കാണ് വരുന്നത്. ലോവർ പോർഷൻ വരുമ്പം കണ്ടോ ഈ ഒരു പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസും അതിൽ അതേ പാറ്റേണിൽ തന്നെയുള്ള ത്രെഡ് വർക്ക് ആയിരിക്കും സാരിയുടെ ലോവർ ഏരിയ വരുമ്പോൾ. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഫുൾ ത്രെഡ് വർക്ക് വെച്ചിട്ടായിരിക്കും കണ്ടോ. ഒരു ഫ്ലോറൽ ഡിസൈൻസിലും ഒരു ബേജ് ടോണിലായിരിക്കും ത്രെഡ് വർക്ക് വരിക. ഒരു തിൻ ബോർഡർ വരുന്നുണ്ട്, ഒരു 1 ഇഞ്ച് ബോർഡർ വരുന്നത് ഈ ഒരു സ്റ്റൈലാണ്. ഇതേ പാറ്റേണിലായിരിക്കും കേട്ടോ ബ്ലൗസും വരുന്ന സാരിക്കും. ബോർഡറിൻ്റെ ഈ ഒരു ഡിസൈൻ കണ്ടോ, ഈ ഒരു ഡിസൈനിലായിരിക്കും ബ്ലൗസ് വരിക. ഫുൾ സാരി സെയിം പാറ്റേൺ തന്നെ. ഫ്ലോറൽ ഡിസൈൻസ് ആൻഡ് ത്രെഡ് എംബ്രോയിഡറിയിലായിരിക്കും വരുന്നത്. പ്ലീറ്റ്സിൻ്റെ ഏരിയ എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ഹാഫ് പോർഷനിലായിരിക്കും കേട്ടോ വർക്ക് വരുന്നത്. മുന്താണി ഫുൾ അതേ പാറ്റേൺ തന്നെയുള്ള ത്രെഡ് വർക്കാണ് വരുന്നത്. ഈ സാരീസ് എല്ലാം നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാരിയാണ്. നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി യൂസിനും എല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്ന സാരീസാണ്. ബ്ലൗസിൻ്റെ ലൈൻസ് വരുന്നത് ഇതേ ബോർഡറിൻ്റെ ഈ ഒരു ലൈൻസിൽ തന്നെയായിരിക്കും സാരിക്ക് ബ്ലൗസും വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. പീക്കോക്ക് ബ്ലൂവിലും അതേ പാറ്റേൺ തന്നെയാണ്. ഫുൾ സാരിയും ഈ ഒരു ത്രെഡ് വർക്കിലായിരിക്കും സാരിയുടെ. നമ്മൾ ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേൺ വരും. പ്ലീറ്റ്സ് വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും. ഹാഫ് പോർഷനായിരിക്കും വർക്ക് വരിക. ഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത് കേട്ടോ. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബോർഡറിൻ്റെ അതേ പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരിക്ക്. നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രേ ടോൺ കേട്ടോ സാരി വരുന്നത്. അതിലും അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ഹാൻഡ് വർക്ക് വരുന്ന ആ ഒരു ത്രെഡ് എംബ്രോയിഡറി. ഹാൻഡ് വർക്ക് അല്ല, മെഷീൻ എംബ്രോയിഡറി ആണ്. കംപ്ലീറ്റ് ആ ഒരു ബേജ് ടോണിലുള്ള വർക്ക് വരുന്നുണ്ട് ഫുൾ സാരിയിലും. ലോവർ പോർഷൻ വരുമ്പം ആ ഒരു ഫ്ലോറൽ വർക്ക് ആയിരിക്കും. ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. മുന്താണി, ബ്ലൗസ്. അടുത്ത സാരി വരുന്ന വീണ്ടും നല്ലൊരു മസ്റ്റേഡ് യെല്ലോ തന്നെ കേട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ്. ഇതിൽ ഹാൻഡ് വർക്കാണ് വരുന്നത് സാരിയിൽ. നമ്മൾ ഡ്രൈപ്പ് ചെയ്യുമ്പം കണ്ടോ ഈ ഒരു സ്റ്റൈലായിരിക്കും വരിക. ലോവർ ഏരിയയിൽ ഫുൾ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസും അതിൽ ഹാൻഡ് വർക്കും ഉണ്ട്. മുന്താണി വരുമ്പം ഈ ഒരു ഫുൾ പോർഷൻ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് സാരിയിൽ. ഇതാട്ടോ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് നല്ലൊരു പാറ്റേണിലാണ്. അതിൽ ഓരോ ഡിസൈനും ഹൈലൈറ്റ് ചെയ്യുന്നത് ഹാൻഡ് വർക്ക് വെച്ചിട്ടാണ്. ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള ഹാൻഡ് വർക്കും അതിലൊരു സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട് സാരിയിൽ. നല്ലൊരു ലാവൻഡർ ഗ്രേ ആ ഒരു ടോണിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരിക. സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഈ ഒരു ബോർഡറിൻ്റെ പാറ്റേണിലാട്ടോ സാരിയുടെ ബ്ലൗസും വരുന്നത്. ഡ്രൈപ്പ് ചെയ്യുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും വരും. ലോവർ ഏരിയയിൽ നിന്നൊക്കെ വന്നിട്ട് ആ ഫ്ലോറൽ ഡിസൈൻസ് കംപ്ലീറ്റ് മുന്താണിയിൽ വരുന്നുണ്ട്. ഫുൾ ഹാൻഡ് വർക്കിലാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേണാണ്. ഒരു മൾട്ടിപ്പിൾ കോമ്പിനേഷനിലായിരിക്കും ലൈൻസ് വരുന്നത്. അതിൻ്റെ സ്ലീവിലും അതേ ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള ഹാൻഡ് വർക്ക് ആൻഡ് സ്വീക്കൻസ് വർക്ക് ആയിരിക്കും വരുന്നത്. വീണ്ടും അതേ മസ്റ്റേഡ് യെല്ലോ തന്നെ കേട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിലും ഹാൻഡ് വർക്ക് തന്നെയാണ് വരുന്നത് കംപ്ലീറ്റ്. ആ ഒരു ഫ്ലോറൽ ഡിസൈനിൽ മാത്രമേ ഒരു ചെറിയ വേരിയേഷനുള്ളൂ. ബാക്കി ഡിസൈൻസ് എല്ലാം സെയിം തന്നെയാണ്. ഇതിൽ ഹാൻഡ് വർക്ക് വരുന്നത് ഇതേ പാറ്റേണിൽ തന്നെ ഫ്ലോറൽ പാറ്റേൺ. ഇതിൻ്റെ ബോർഡർ വരുമ്പം 6 ആഗിലാട്ടോ ബോർഡർ വരുന്നത്. ഇതിന് മുൻപത്തെ സാരിയിൽ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസ് ആയിരുന്നു. ഇതിൽ വരുമ്പോൾ 6 ആഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 ആഗിലായിരിക്കും ബ്ലൗസും വരുന്നത്. കണ്ടോ കംപ്ലീറ്റ് ഹാൻഡ് വർക്കിലായിരിക്കും വരുന്നത് ഫ്ലോറൽ ഡിസൈൻസ്. സെയിം സ്റ്റൈൽ തന്നെയാണ്. നമ്മൾ ഡ്രൈപ്പ് ചെയ്യുമ്പം ലോവർ ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് മുന്താണി വരുമ്പോൾ ഫുൾ ഹാൻഡ് വർക്കിലായിരിക്കും സാരിയുടെ പല്ല് വരുന്നത്. ബ്ലൗസ് വരുമ്പം 6 ആഗിൽ തന്നെയാണ്
വിത്ത് ആ ഒരു ഹാൻഡ് വർക്ക് ആയിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവിൽ വരിക. നെക്സ്റ്റ് കളർ പാലറ്റ് വരുന്നത് നല്ലൊരു പേർപ്പിളാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പേർപ്പിൾ ടോണിൽ ഒരു ബർഗണ്ടി പേർപ്പിളും കൂടി ചേർന്ന് വരുന്ന ഒരു സ്റ്റൈലാണ്. ഇതിലും ഹാൻഡ് വർക്ക് ആൻഡ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ലോവർ പോർഷനിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ സാരിയിലും ഹാൻഡ് വർക്ക് വരുന്നത്. ഇതിൻ്റെയും ബോർഡർ വരുന്നത് 6 ആഗ് പാറ്റേണിലായിരിക്കും സാരിക്ക് ബോർഡർ വരുന്നത്. ഇതാട്ടോ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരിക. ഫുൾ അതേ സ്റ്റൈലിൽ തന്നെയുള്ള ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള ഹാൻഡ് വർക്ക് ആയിരിക്കും വരുന്നത്. അതിൽ സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ഓരോ ഡിസൈനിലും ഹാൻഡ് വർക്ക് ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. 6 ആഗിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരിയും കളർ സെയിം തന്നെയാണ് കേട്ടോ, അതേ പേർപ്പിൾ ടോൺ തന്നെയാണ്. ഫ്ലോറൽ വർക്ക് ആൻഡ് ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും ഫുൾ സാരിയും വരുന്നത്. ഇതിൻ്റെ ബോർഡർ വരുമ്പം ലൈൻസ് ആണ്. ഇതിന് മുൻപത്തെ സാരിയിൽ 6 ആഗ് ആയിരുന്നു, ഇതിൽ വരുമ്പോൾ ലൈൻ പാറ്റേണിലായിരിക്കും വരുന്നത്. അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ഹാൻഡ് വർക്ക് എല്ലാം സെയിം തന്നെ. സ്വീക്വൻസ് വർക്ക് ആൻഡ് ചെയിൻ സ്റ്റിച്ചിലായിരിക്കും ഹാൻഡ് എംബ്രോയ്ഡറി വരുന്നത്. ഡിസൈൻ ബോർഡർ വരുന്നത് ലൈൻ പാറ്റേൺ, ബ്ലൗസ് വരുന്നത് ഇതേ പാറ്റേണിൽ ലൈൻസിൽ തന്നെയായിരിക്കും. ഇതിന് മുൻപത്തെ സാരിയും ഇതും സെയിം തന്നെയാണ് കേട്ടോ. ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ബോർഡറിൻ്റെയും ആ ഒരു ബ്ലൗസിൻ്റെ ഡിസൈനിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ബ്ലൗസ് നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു ഗ്രേ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഗ്രേയിലും അതേ പാറ്റേൺ തന്നെയാണ്. ഫ്ലോറൽ ഡിസൈൻസ് ആൻഡ് ഹാൻഡ് വർക്കിലായിരിക്കും ലോവർ ഏരിയ വരിക. അത് കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഉടുത്ത് വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ഇതിലും ഹാൻഡ് വർക്ക് വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. ഓരോ ഫ്ലോറൽ ഡിസൈൻസിലും ആ ഒരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണിലുള്ള ഹാൻഡ് വർക്ക് ആൻഡ് സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. അല്ലോ ഈ ഒരു സ്റ്റൈലായിരിക്കും വരിക. ഇതിൻ്റെ ബോർഡർ വരുമ്പം ലൈൻസാണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും. ബ്ലൗസ് വരുന്നതും അതേ പാറ്റേണിൽ തന്നെ ലൈൻസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. പക്ഷേ ഇതിനെല്ലാം നമുക്ക് ആ ഒരു റണ്ണിങ് ബ്ലൗസ് യൂസ് ചെയ്യാതെ നമുക്ക് സിംഗിൾ കളറിലെ ബ്ലൗസ് ആയിരിക്കും നല്ലത് കേട്ടോ. ഇതിൽ നമുക്ക് ഗ്രേ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ടല്ലോ, അതിലേതെങ്കിലും കളർ നമുക്ക് പിങ്കോ പീച്ചോ ഒക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിലും കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കലംകാരി ഡിസൈനിൽ ഫുൾ ബോഡി ഹാൻഡ് എംബ്രോയ്ഡറിയിൽ വരുന്ന നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും വർക്ക് വെയർ ആയിട്ടും നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടും ചെറിയൊരു ഫംഗ്ഷനെല്ലാം നമുക്ക് കൊടുത്തു പോകാവുന്ന നല്ല സാരീസായിരുന്നു വന്നത്. ലാസ്റ്റ് വൺ വരുന്നത് ഗ്രേ തന്നെയാണ്. അതിലും അതേ പാറ്റേണിൽ തന്നെ മൾട്ടിപ്പിൾ കോമ്പിനേഷനിലായിരിക്കും ലോവർ ഏരിയയിൽ ഹാൻഡ് വർക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് അതിലും ഒരു ഐവറി ടോണിലാട്ടോ ഇതിൽ ഹാൻഡ് വർക്ക് വരുന്നത്. ഐവറി ടോൺ ത്രെഡ് വെച്ചിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി, അതിൽ സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട് സാരിയിൽ. ഇതിൻ്റെ ബോർഡർ വരുമ്പം 6 ആഗ് പാറ്റേണിലാണ് സാരിക്ക് ബോർഡർ വരുന്നത്. അപ്പോൾ 6 ആഗിൽ തന്നെയായിരിക്കും ഇതിൻ്റെ ബ്ലൗസും വരുന്നത്. മുന്താണി കംപ്ലീറ്റ് അതേ ഫ്ലോറൽ വർക്കിൽ, ഫ്ലോറൽ ത്രെഡിൽ, ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ ഹാൻഡ് വർക്കിലായിരിക്കും മുന്താണി വരുന്നത്. 6 ആഗ് പാറ്റേണിൽ റണ്ണിങ് ബ്ലൗസ്.